ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഐലൻഡിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഈ ഐലൻഡിൽ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 15 ഹോട്ടൽസ് ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, 3 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു 3 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ സെറ്റാക്കി തരും അവർ. നമ്മളവിടെ ഒരു കൊല്ലം നിൽക്കണം. പിന്നെ അക്കോർഡിംഗ് ടു ദി മാർക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് അനുസരിച്ച് നമുക്ക് പിന്നെയുള്ള ഇയറിൽ നമുക്ക് അവർ ഹോട്ടൽസ് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് മാർക്ക് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാലയാക്സ് എന്ന് പറഞ്ഞിട്ടൊരു അയാക്സ് ഉണ്ട്, ഒരു ആർക്ക് ഷേപ്പ്, ഒരു നമ്മൾ ഐലൻഡ് തന്നെ ഒരു ആർക്കാണ്, നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ ഒരു ആർക്ക് ഷേപ്പാണ്. അതിലാണ് നമ്മൾ ഈ മാലയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഹോട്ടൽസ് ഉള്ളത്. അതൊരു ഹോസ്റ്റൽസാണ്, ഹോട്ടൽസ് അല്ല. അവരവിടെ താമസിപ്പിക്കും. പിന്നെ ഹോട്ടൽസിനെ കുറിച്ച് വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമെല്ലാം വെൽ എക്യുപ്പഡ് ആണ്, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, വാഷിംഗ് ഫ്രീ ആണ്. പിന്നെ കിച്ചൺസ് എല്ലാ ഫ്ലോറിലും നമുക്ക് 2 കിച്ചൺ വെച്ചിട്ട് എല്ലാ ഫ്ലോറിലും ഉണ്ട്. 2 കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളുണ്ട്, സ്റ്റൗവ്, എല്ലാ വലിയ കിച്ചൺസ് ഒക്കെയാണ്, ചെറിയ കിച്ചൺസ് അല്ല. നമുക്ക് നമ്മുടെ റൂമിൽ കിച്ചൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യും. കാരണം നമുക്ക് ഈ നാട്ടിലെ ഫുഡ് അവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുക്ക് ചെയ്യാൻ പഠിക്കും.